അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷത്തെ നമ്മൾ ആ സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ അൽഫാമാണ്. ഇതിന്റെയൊക്കെ ഫുൾ ഡ്യൂട്ടി വിൻഷേട്ടനായിട്ടാണ് ഏറ്റെടുത്തേക്കുന്നത്. വെളുത്തുള്ളി നന്നാക്കുന്നത് തൊട്ടിട്ട് പച്ചമുളക് അരിയുന്നത് വരെ ഫുള്ള് വിൻഷേട്ടനായിട്ടാണ് ചെയ്തത്. ഇതിന്റെ ചേരുവകളൊക്കെ എങ്ങനെ എന്താന്നൊക്കെ നമ്മൾ ലോങ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അത് ഞാൻ ജസ്റ്റ് ഒരു ഷോർട്സ് എടുത്തു എന്നുള്ളൂ. എന്റെ ഒരു സമാധാനത്തിന് ഞാനിത് ഇടയ്ക്കൊക്കെ വന്ന് നോക്കുമ്പോൾ എന്നെ ചീത്ത പറഞ്ഞ് ഓടിക്കായിരുന്നു കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, സീക്രട്ട് റെസിപ്പിയാണ്, ഞാൻ കോപ്പി അടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തള്ളായിരുന്നു കേട്ടോ. ചിക്കൻ കഴിക്കാൻ മാത്രം കൈകൊണ്ട് പറഞ്ഞ വിൻഷേട്ടത് ഫസ്റ്റ് ടൈം ആട്ടോ ഫ്രഷ് ചിക്കൻ വാഷ് ചെയ്യണത്. എന്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്തത് ഞാനാട്ടോ ഇതിനൊക്കെ വരട്ട് കൊടുത്തത്. ഈ ഒരു കാര്യം മാത്രമാട്ടോ ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ അതേ മസാല വരട്ടലും കാര്യങ്ങളൊക്കെ വിൻഷേട്ടൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്തത്. ഞാനും തേജപ്പനും ഇത് നോക്കു കുത്തികളുടെ പോലെ അവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ തേജപ്പന്റെ വക ഒരു ഡെക്കറേഷൻ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. അപ്പൊ എനിക്ക് തോന്നി ഒരു ബിരിയാണി റൈസ് ഉണ്ടാക്കിയാലോ എന്ന്. ഞാനപ്പോ സൈഡിൽ കൂടെ അതേ റൈസ് മാത്രം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് തുറക്കുമ്പോൾ ആ മണം അടിച്ചിട്ടാണ് തേജപ്പന്റെ ഈ ഒരു ആഹ്ലാദട്ട. ഷോപ്പ് പോയി മാത്രം അൽഫാം കഴിച്ചിട്ടുള്ള തേജുവിന് ഇതേ വീട്ടിൽ അൽഫാം കഴിച്ച് കണ്ടപ്പോൾ ഇതാണ് കേട്ടോ ചോദ്യം, നമ്മുടെ വീട് എന്താ ഹോട്ടലാണോ വെച്ചാന്ന്. ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന എയർ ഫ്രയറിലായിരുന്നു കേട്ടോ നമ്മൾ അൽഫാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 8 മാസം കഴിഞ്ഞിട്ട് നമ്മുടെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് സംഭവം നമ്മൾ ഇപ്പോഴാണ് യൂസ് ചെയ്ത് നോക്കിയേക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഞാനത് കച്ചമ്പറും കൂടി സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആയതല്ലാതെ ടേബിളിന്റെ മുകളിലൊക്കെ നിരത്തി വെക്കുന്നുണ്ട്. അവസാനം ഇത് അൽഫാമിന്റെ മുകളിൽ വിൻഷേട്ടന്റെ വക കൊടുക്കത്തെ ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം ആയതിനു ശേഷം ഇതേ ടേബിളിന്റെ മുകളിൽ നിരത്തി വെച്ചിട്ട് കുറച്ച് ഷോ ഇറക്കലായിരുന്നു കേട്ടോ. ഷോ ഇറക്കി കഴിഞ്ഞതിന് ശേഷം ഇത് എല്ലാവർക്കും ഉള്ളത് പ്ലേറ്റിലൊക്കെ വിളമ്പി നമ്മൾ ഫുഡ് അടി തുടങ്ങിയിട്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ. നമ്മുടെ വീഡിയോസ് പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.